നമസ്കാരം. ശബരിമല ശ്രീകോവിൽ വാതിൽ കട്ടിളകളിലെ പാളികൾ ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനുള്ള തീരുമാനം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്റേത് മാത്രമായിരുന്നുവെന്ന് പറഞ്ഞൊഴിയാൻ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് കഴിയില്ല. ബോർഡ് കൂട്ടായി എടുക്കാത്ത തീരുമാനമായിരുന്നുവെങ്കിൽ അതറിഞ്ഞിട്ടും ഇവർ എന്തെങ്കിലും വിയോജിപ്പ് രേഖപ്പെടുത്തിയതായി രേഖയില്ല. അതുകൊണ്ട് രണ്ടുപേരും പ്രതികളാകും. പത്മകുമാറിനെ കുറ്റപ്പെടുത്തുന്ന മൊഴി അന്നത്തെ ബോർഡ് അംഗങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയെന്നാണ് സൂചന. ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസും N വിജയകുമാറുമാണ് തങ്ങൾ നിരപരാധികളാണെന്ന് മൊഴി നൽകിയത്. മുതിർന്ന IPS-കാരനായ ഹരിശങ്കറിന്റെ പിതാവാണ് ശങ്കരദാസ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം പാലുകൾ കൊടുത്തുവിടാനുള്ള തീരുമാനം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ എങ്ങനെയാണ് കടന്നു കൂടിയതെന്ന് അറിയില്ല. അപേക്ഷ ബോർഡിന് മുൻപാകെ വന്നപ്പോൾ വിശദമായി ചർച്ച നടത്തിയ ശേഷം തീരുമാനം പിന്നീട് എടുക്കാമെന്ന നിലപാടാണ് യോഗത്തിൽ സ്വീകരിച്ചത്. പാലുകൾ പോറ്റിക്ക് കൈമാറാമെന്ന തീരുമാനം പിന്നീട് മിനിറ്റ്സിൽ എഴുതി ചേർത്ത നിലയിലാണ് കണ്ടത്. ഈ മൊഴിയാണ് ഇവർ നൽകിയത്. തന്ത്രിയെയും ജീവനക്കാരെയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് ഇളക്കിയെടുത്ത പാളികൾ 39 ദിവസത്തിനു ശേഷം മാത്രം ചെന്നൈയിൽ എത്തിച്ചതിലും പിന്നീട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഭാരം തിട്ടപ്പെടുത്താതെ സ്ഥാപിച്ചതിനുമടക്കം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ദുരൂഹമായ അലംഭാവമുണ്ടായി. കാര്യങ്ങളിൽ ബോർഡിന് കൂട്ടുത്തരവാദിത്തമാണുള്ളത്. 2 പേർ എതിർത്താൽ പ്രസിഡന്റിന് തീരുമാനമെടുക്കാനും കഴിയില്ല. പത്മകുമാറിനെ കസ്റ്റഡിയിൽ എടുക്കും മുൻപ് ശങ്കരദാസിനെയും വിജയകുമാറിനെയും SIT രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തിരുന്നു. അന്ന് തന്ത്രിയെയും അവർ തള്ളിപ്പറഞ്ഞു. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. വിശദമായ ചോദ്യം ചെയ്യൽ അന്നുണ്ടാകും. മുൻ ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസ്, N വിജയകുമാർ എന്നിവരെ അന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. ബോർഡ് ഉദ്യോഗസ്ഥരെയും കമ്മീഷണറെയും കുറ്റപ്പെടുത്തിയാണ് പത്മകുമാർ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയതെന്നാണ് സൂചന. ഇക്കാര്യങ്ങൾ നേരത്തെ 2 ബോർഡ് അംഗങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. ഇത് ഉറപ്പുവരുത്തുന്നതിനാണ് ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നതിനായി അന്വേഷണ സംഘം ആലോചിക്കുന്നത്. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പത്മകുമാറിന്റെ മൊഴിയെ തുടർന്ന് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സംശയനിഴലിലായതോടെ ഇനി ചോദ്യം ചെയ്യാനുള്ള പ്രധാന വ്യക്തികൾ 6 ആയി. ഈ പട്ടിക 6-ൽ ഒതുങ്ങുമോ അതോ വളരെ പ്രമുഖനായ ഒരു ഏഴാമൻ കൂടി പട്ടികയിൽ ഇടം പിടിക്കുമോ എന്നതും പ്രമുഖനായ ഏഴാമൻ ആരാകുമെന്നതും അറിയാൻ കേരളം കാത്തിരിക്കുകയാണ്. മുൻ ദേവസ്വം സെക്രട്ടറി S ജയശ്രീ, മുൻ തിരുവാഭരണം കമ്മീഷണർ RG രാധാകൃഷ്ണൻ, ദേവസ്വം ബോർഡ് മുൻ മെമ്പർമാരായ KP ശങ്കരദാസ്, N വിജയകുമാർ, K രാഘവൻ, മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരാണ് ഇനി ചോദ്യം ചെയ്യപ്പെടാനുള്ള 6 പ്രമുഖർ. ഇതിൽ കടകംപള്ളി സുരേന്ദ്രൻ മാത്രമാണ് പ്രതിപ്പട്ടികയിൽ ഇല്ലാത്തത്. ഇതുവരെ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ, മുൻ ദേവസ്വം കമ്മീഷണർ N വാസു, മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജു എന്നിവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെതിരെയാണ് മൊഴി നൽകിയത്. സ്വർണം പൊതിഞ്ഞ പാളികളെ ചെമ്പ് പാളികൾ മാത്രമായി വിശേഷിപ്പിച്ചതും അവ പോറ്റിവശം ചെന്നൈക്ക് കൊടുത്തുവിട്ടതും പത്മകുമാർ പറഞ്ഞിട്ടാണെന്നാണ് ഇവർ SIT-യോട് വ്യക്തമാക്കിയത്. കൂടാതെ ഈ നിർദ്ദേശം സ്വന്തം കൈപ്പടിയിൽ എഴുതി ബോർഡിൽ അജണ്ടയായി അവതരിപ്പിച്ച് ഉത്തരവിറക്കിയതും പത്മകുമാറാണെന്ന് SIT കണ്ടെത്തി. കമ്മീഷണറുടെ ഓഫീസിൽ വരെ പത്മകുമാർ ഇടപെട്ടു എന്നാണ് മറ്റൊരു കണ്ടെത്തൽ. ദേവസ്വം മാനുവൽ മറികടന്ന് പത്മകുമാർ നടത്തിയ നീക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാനായിരുന്നെന്നാണ് വ്യക്തം. എന്നാൽ സർക്കാർ തലത്തിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ തുടർന്നാണ് താൻ ഇത് ചെയ്തതെന്നാണ് പത്മകുമാർ SIT-യോട് വെളിപ്പെടുത്തിയത്. ഇതോടെയാണ് അന്വേഷണം കടകംപള്ളിയിലേക്കെതിരെയും തിരിഞ്ഞത്.